ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതിഭയോട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് സുധൻ പറഞ്ഞതിന് ശേഷം പിന്നീട് സത്യനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ സുധൻ. എന്നിട്ട് പറയുന്നത്, സത്യ, എൻ്റെ ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല, പ്രഭാവതി പോലും അറിയാത്ത ഒരു കാര്യമാണ് നിന്നോട് ഞാൻ പറയുന്നത്. ഇത് നിന്റെ മനസ്സിൽ വെക്കണം, ഞാനും നീയും മാത്രം, മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സത്യൻ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ ചെവിയിൽ കൂകുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അത് സുശീല വളമോഷ്ടിച്ചതിനെ കുറിച്ചാണ്. പിന്നീട് അനുപമയാണ് കാണിക്കുന്നത്. അനുപമയും രഘു ഇങ്ങനെ ഇരിക്കും. അനുപമം പറയണം, അമ്പിളി ചേച്ചി അതാ കടന്നു വരുന്നു എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് അമ്പിളി അരികിലെത്താണ്. എന്തായി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, മഞ്ചാടി ദാസങ്ങളുടെ വീട്ടിലുണ്ട്, എന്നാൽ അച്ഛൻ എവിടെ എന്ന് അമ്പിളി ചോദിക്കുമ്പോൾ, ഇതാ ഇതിനുള്ളിലുണ്ട് എന്ന് അനുപമ പറയാണ്. അവിടെ കിടക്കുന്നുണ്ട്, എന്നാൽ അച്ഛനെയും കൂട്ടി നമുക്ക് അങ്ങോട്ടേക്ക് പോവില്ലേ എന്നിങ്ങനെ അനുപമം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് വേണ്ട, എന്തായാലും മഞ്ചാടിയുടെ മനസ്സൊന്ന് ശരിയാവട്ടെ. അവളിപ്പോ അച്ഛനെ കണ്ടാലും അച്ഛനെ ധിക്കരിക്കും, അത് അച്ഛനെ അംഗീകരിക്കാൻ കഴിയില്ല. അത്രയും വലിയ ധിക്കാരമാണ് അവൾ ചെയ്യുന്നത്. അവൾക്ക് എപ്പോഴും ജീവരാജാണ് വലുത്, അവളെ നമ്മളൊക്കെ മറിഞ്ഞിരിക്കുന്നു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന അനുപമ, അത് ശരിയാണോ? അച്ഛനാണെങ്കിൽ അവളെ കിട്ടാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുകയാണ്, അവളെ കിട്ടിയിട്ടും നമ്മൾ അത് ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് പറയുമ്പോൾ അവളെ ഒന്ന് നേരാക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോഴേക്കും രഘു പറയുന്നത്, ദാസങ്ങളും എന്നോട് അത് തന്നെയാണ് പറഞ്ഞത്, അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയാണെന്ന ദാസങ്ങൾ പറഞ്ഞത്. അപ്പൊ അമ്പിളി പറയാണ്, അപ്പൊ അനുപം പറയണ, അങ്ങനെ അങ്ങ് അവളുടെ മനസ്സ് മാറുമോ? കാരണം രണ്ട് സ്നേഹിച്ച മനുഷ്യന്മാരാണ്, അവരെ പെട്ടെന്ന് പ്രണയത്തിൽ നിന്നും നമ്മളങ്ങ് വേർപിരിക്കുന്നത് ശരിയല്ല. നമ്മുടെ അഭിമാനം ആലോചിച്ച് അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രാണം പോലും പോവും എന്ന് പറയാനിട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ അമ്പിളി പറയാനൊന്നും എനിക്കറിയത്തില്ല, ഇങ്ങനെയുള്ള ഒരു തീരുമാനമാണ് പറഞ്ഞത്. അപ്പൊ അത് കേട്ടിട്ട് രഘു പറയണേ, എന്തായാലും ഇനിയിപ്പോ ദാസങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ വെച്ചാൽ അങ്ങനെ ആവട്ടെ, എന്തായാലും ജീവരാജിനെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയണേ, എന്തായാലും മഞ്ചാടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവൻ വന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് തുറന്നടിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും അവൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയുമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനിട്ടോ. ഇത് കേൾക്കുന്ന അനുപമ, എനിക്കെന്തോ തോന്നുന്നില്ല എന്ന് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ജീവരാജനെയാണ് കാണിക്കുന്നത്. അവന്റെ അച്ഛനും അമ്മയും അവനിങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കണം, മോനെ നീ എന്തായാലും കഴിക്കുന്നൊക്കെ പറയുമ്പോൾ, മഞ്ചാടി കഴിച്ചിട്ടുണ്ടാവുമോ ആവോ, അവൾ അവളുടെ കുടുംബങ്ങളുടെ കൂടെയല്ലേ, എന്തായാലും കഴിച്ചിട്ടുണ്ടാവും, നീ കഴിക്കുന്നു പറയുമ്പോൾ ആരോ ബെല്ലടിക്കുന്നു കേട്ടോ. അങ്ങനെ ജീവരാജന്റെ അച്ഛൻ പുറത്തോട്ട് ചെല്ലുന്നു. കാണുന്ന കാഴ്ച പോലീസിനെയാണ്. അപ്പോഴേക്കും പോലീസ് അകത്തോട്ട് ഇടിച്ചു കയറിയിരിക്കുന്നു. പിന്നീട് ജീവരാജന്റെ അരികത്തോട്ട് എത്താണ്. ആഹാ, നീ വിശിഷ്ടമായ സദ്യയാണല്ലോ കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ ജീവരാജ് ഒന്ന് ഞെട്ടുന്നോട്ടാ. എന്താണ് നീ വിചാരിച്ചിരിക്കുന്നത്? ഒരു പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടിയിട്ട് അവൾ എവിടെ? മഞ്ചാടി എവിടെ? അവളെ അവളുടെ വീട്ടുകാരെ കൊണ്ടുപോയിരിക്കുന്നു. പച്ചനുണ പറയുന്നടാ, എന്തിനാണ് പോലീസിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു കള്ളം പറയുന്നത്? അത് കേട്ടിടം തന്നെ ജീവരാജിന്റെ അമ്മ കൈകൂപ്പി കൊണ്ട് പറയുന്നത്, സാറേ, അവളുടെ വീട്ടുകാർ വന്ന് അവളെ കൊണ്ടുപോയത് എന്നുള്ളത് സത്യം തന്നെയാണ്. അവളുടെ വീട്ടുകാർ പറഞ്ഞത് പ്രകാരം അവളെ ഞങ്ങൾ വിട്ടുകൊടുത്തു. ഇനി എന്റെ മകനെ വെറുതെ വിട്. എന്നിട്ട് അവളുടെ വീട്ടുകാരാണല്ലോ പരാതി തന്നിരിക്കുന്നത്, ഞങ്ങളോട് കള്ളം പറയുന്നത്. ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞ് വലിച്ചഴിച്ച് അവനെ പോലീസ് സ്റ്റേഷൻ ജീപ്പിലോട്ട് കൊണ്ടുപോകുമ്പോ ജീവരാജിന്റെ അമ്മയും അച്ഛനും പൊട്ടിക്കരയണിട്ടോ. എന്റെ കുഞ്ഞി എന്ന് പറയുന്നുണ്ട്. കണ്ടാൽ ഒരു പാവം തോന്നും കേട്ടോ. കാരണം ജീവരാജ് അത്രയും അനുഭവിക്കുന്നത് ഈ മഞ്ചാടിയും കൂടിയാണല്ലോ. പിന്നീട് പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ജീവരാജിനെ ഇങ്ങനെ ചോദ്യം ചെയ്യാണ്. ഇവനെ കൊണ്ട് 1 മണിക്കൂറിനുള്ളിൽ മഞ്ചാടി എവിടെയെന്ന് ഇവൻ പറയണം, എങ്കിൽ മാത്രമാണ് ഇവന് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവന്റെ കാര്യത്തിൽ പിന്നെ തീരുമാനം എടുക്കണം എന്നുള്ള വാക്കുകളൊക്കെ SI പറഞ്ഞ ഉടനെ തന്നെ ജീവരാജ് പറയണം, അയ്യോ സാറേ, എന്റെ അടുത്ത് മഞ്ചാടിയില്ല, അവളുടെ വീട്ടുകാർ കൊണ്ടുപോയി എന്ന് പറയുന്നത് ഞാൻ സത്യം തന്നെയാണ്. ഇനിയും കള്ളം പറയുന്നോടാ, പോലീസിന്റെ മുഖത്ത് നോക്കി ഇത്രയും കള്ളം പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് പറഞ്ഞിട്ട് ഇടിച്ച് പരിവമാക്കി സെല്ലിലിട്ടിട്ട് ചുരുട്ടിക്കൂട്ടി മുക്കിലിടുന്നു കേട്ടോ. പിന്നീട് ജീവരാജ് തന്റെ ജീവൻ കിട്ടാൻ വേണ്ടി കിടന്ന് പിടയാണ്. എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് സച്ചിയും കുടുംബത്തെയാണ്. സച്ചി വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും സാവിത്രി വന്നിട്ട് പറയുന്ന, സച്ചേട്ടന് ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയില്ലേ? എന്താണ് സാവിത്രി നീ പറയുന്നത്? ഞാൻ പോയിട്ട് എത്ര ദിവസം? ഒരാഴ്ച അത്രയല്ലേ ആയിട്ടുള്ളൂ. നിങ്ങൾ പോയിട്ട് 7 ദിവസമായിരിക്കുന്നു. 5 ദിവസം എന്ന് പറഞ്ഞിട്ട് 7 ദിവസം എന്ന് പറയുന്ന ഒരാഴ്ച അത്രയുള്ളൂ. ഇതിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോഴേക്കും അവിടെ എന്ത് വന്നിട്ട് പറയണേ, എൻ്റെ അമ്മക്ക് അച്ഛനെ കാണാതെ ഇരിക്കാൻ വയ്യാതായിരിക്കുന്നു, അമ്മക്ക് അച്ഛനോടുള്ള ഒരു സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ തന്നെ, എടി എൻ്റെ ഭാര്യയിലടി, എൻ്റെ ഭാര്യയ്ക്ക് എന്നോടല്ലാതെ പിന്നെ ആരോടാണ് സ്നേഹമുള്ളത്? എന്തായാലും അങ്ങനെ ആവട്ടെ. എന്താടി നീ ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നത്? അധികം സംസാരിക്കാൻ നിൽക്കാതെ നീ അച്ഛനൊരു കാപ്പി എടുക്കാൻ നോക്ക്. അത് കേട്ട ഉടൻ തന്നെ സാവിത്രിയോട്, എനിക്ക് മനസ്സിലായി, അച്ഛനോട് കിന്നരിക്കാൻ വേണ്ടിയല്ലേ ഭാര്യയും ഭർത്താവും ഒരു കിന്നാരം, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ എന്ത് പറയുമ്പോ, എന്താ ഇന്ദു നീ ഇങ്ങനെ പറയുന്നത്? എന്റെ ഭാര്യയ്ക്ക് എന്നോടല്ലാതെ വേറെ ആരോടാണ്? നിന്റെ അമ്മക്ക്
എന്നോടല്ലേ സംസാരിക്കാൻ കഴിയുള്ളൂ, അതുകൊണ്ട് മോള് പോ എന്നും പറയുന്നു കേട്ടോ. പിന്നീട് ആ ബാഗ് എടുക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അകത്തോട്ട് പോകുന്നു. പിന്നീട് സാവിത്രി ഇങ്ങനെ സച്ചിയുടെ മുന്നിൽ പറയാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ രണ്ട് മക്കളെ ഇങ്ങനെ കൊഞ്ചിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് രണ്ടു പേർക്കും ജീവിതമില്ല, അത് നിങ്ങൾ ആലോചിക്കണം, മക്കൾക്ക് ഒരു സങ്കടവുമില്ല, വിവാഹം കഴിഞ്ഞ രണ്ടിനെന്ന് നിൽക്കൽ തുടങ്ങിയതാണ് പെണ്ണ്, എന്നിട്ട് അവൾക്ക് അതിന്റെ ഒരു മനസ്സിനൊരു ടെൻഷനും പോലും ഇല്ല. അത് കേൾക്കുന്ന സച്ചി പറയണ, ആര് പറഞ്ഞു എന്റെ മകൾക്ക് ടെൻഷൻ ഇല്ലെന്ന്? നിന്നെയും എന്നെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മളുടെ മകൾ എല്ലാം മനസ്സിൽ അടക്കി വെച്ച് ജീവിക്കുകയാണ്, അല്ലാതെ അവൾക്ക് ടെൻഷൻ ഒന്നും ഇല്ലായിട്ടല്ല. അത് കേട്ടോടെ തന്നെ സാവിത്രി പറയണത്, അത് ശരിയാണ് നിങ്ങൾ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ കുഞ്ഞിനെ ഇനിയെങ്കിലും നിങ്ങൾ എന്തായാലും എൻ്റെ കുഞ്ഞിനൊരു ജീവിതം കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയണ്ട, അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ ഈ വന്ന ഉടൻ തന്നെ അമ്മയുടെ ടെൻഷൻ, ഇപ്പം അച്ഛനെ കാണാത്തത്, ഇവിടെ സുശീലാൻറ്റി വന്നിരുന്നു, എനിക്ക് കല്യാണം ആലോചിച്ച് വീണ്ടും വന്നിരുന്നു, അതുകൊണ്ടാണ് അമ്മ അച്ഛനെ കാണുന്നതെന്ന് തിടുക്കം കൂട്ടിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സാവിത്രി പറയണേ, എന്തായാലും ഇനിയിപ്പോൾ സുശീലയും ഈ മന്ദാങ്കിനെയൊക്കെ ഇവിടെ കയറി ഇറങ്ങും, നമ്മുടെ മകളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അവർ രണ്ടുപേരും കയറി ഇറങ്ങുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ എന്തായാലും ഒരു തീരുമാനം എടുക്കണം, ഇനി ടെൻഷൻ ആവല്ലേ എന്ന് പറയുമ്പോൾ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സച്ചി പറയുന്നുണ്ട്, നമ്മുടെ മകൻ ഗോകുലാണ്, എന്തായാലും ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിയേക്ക്, അത് പിന്നീടാവാം, നമുക്ക് പിന്നീട് സംസാരിക്കാന്ന് പറയാം. അപ്പോഴേക്കും ഗോകുൽ ഓടി വന്ന് അമ്മയെ അച്ഛൻ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ, ഇതാടാ നിന്റെ അച്ഛൻ. ആ അച്ഛ എങ്ങനെയുണ്ട്, യാത്രയ്ക്ക് സുഖമായിരുന്നില്ലേ? ആ യാത്രയ്ക്ക് സുഖമായിരുന്നു, എന്തായാലും എൻ്റെ കമ്പനിയും ബാക്കിയുള്ളതൊക്കെ അവിടെ ഇല്ലേ, കച്ചവടമൊക്കെ നീ പൊട്ടി പാളീസാക്കിയിട്ടില്ലല്ലോ? അത് കേട്ടോടുന്ന, ഇല്ല അച്ഛ, എന്തായാലും എൻ്റെ ധൈര്യത്തിലാണ് ഞാൻ 2 ദിവസം കൂടി അധികം നിന്നത്, എന്തായാലും എൻ്റെ മോനെ നല്ലപോലെ കൈകാര്യം ചെയ്തല്ലോ. ആ ഉണ്ട് എന്ന് പറയണ. അപ്പോഴേക്കും ഇന്ദു കാപ്പിയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൂഗിള് ചോദിക്കുന്നത്, എനിക്ക് കാപ്പിയില്ലേ? പിന്നെ ഏട്ടൻ എന്തായാലും അച്ഛൻ എത്തിയെന്ന് പറയുമ്പോൾ ആ സ്പീഡിൽ ഇവിടെ എത്തുമെന്ന് എനിക്കറിയാം, അപ്പൊ ഏട്ടനും കാപ്പി എടുത്തിട്ടുണ്ട്, ഇതാ എന്നും പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ ഗൂഗിൾ എന്തുണ്ടടാ വിശേഷം എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ, അച്ഛാ ഒരു പുതിയ വിശേഷമുണ്ട്. എന്ത് വിശേഷം? അതെ, നമ്മുടെ മഞ്ചടിയില്ലേ, ആ മഞ്ചടിയെ കുറിച്ച് അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയിരിക്കുന്നു. ആ അതൊക്കെ ഞാൻ അറിഞ്ഞതാണ്, എന്നാൽ അവൾ ഒളിച്ചോടിപ്പോയി അവളുടെ വീട്ടുകാർ അവളെ തിരികെ പിടിച്ചിട്ടുണ്ട്. ആണോ? എന്നാൽ നല്ല കാര്യം. പക്ഷേ ജീവരാജിനെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ അതിനിപ്പോ എന്താ പ്രശ്നം? ആ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് മഞ്ചടിയെ കിട്ടിയില്ലെന്ന പരാതിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതെന്താ മാഷ അങ്ങനെ ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അത് ഈ മഞ്ചാടി എന്ന് പറയുന്നവനും ജീവരാജും പ്രായപൂർത്തിയായ 2 വ്യക്തികളാണെന്ന് അച്ഛനെ അറിയാലോ. ആ അതാർക്കും അറിയാം, കോടതിയിൽ പോയാൽ പോലും അവർക്ക് വിവാഹം കിട്ടുമെന്നറിയാം, അവരെ അവരുടെ വഴിക്ക് വിടല്ലേ ഏറ്റവും നല്ലത്. പക്ഷെ അവരുടെ വീട്ടുകാർ അതല്ല ചിന്തിച്ചിരിക്കുന്നത്. ജീവരാജന് കിട്ടാവുന്നിടത്തോളം ശിക്ഷ കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് മഞ്ചാടി. അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ തന്നെയാണ് അവർ തയ്യാറായിരിക്കുന്നത്. മഞ്ചാടിയെ ഒളിപ്പിച്ച് നിർത്തി ജീവരാജന് ശിക്ഷ നേടിക്കൊടുക്കാനാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പൊ അത് കേട്ടോടും തന്നെ ആണോ എന്ന് പറയണേ. എനിക്ക് തോന്നുന്നു നിന്റെ കൈകൾ ഇതിലുണ്ടോ എന്ന് സച്ചി ചോദിക്കുക. അപ്പോഴേക്കും എന്തും ചോദിക്കുന്നുണ്ട്, ഏട്ടന്റെ കൈകളിൽ ഇതിലുണ്ടോ? നിനക്ക് അവളോട് ദേഷ്യമുണ്ടടാ? അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് കേട്ടോ. ഉടൻ തന്നെ, എനിക്ക് അവളോട് യാതൊരു ദേഷ്യവുമില്ല, എന്നെ തേച്ചൊട്ടിച്ച് പോയവളാണ്, പക്ഷെ എന്നെ തേച്ചൊട്ടിച്ച് പോയിട്ട് അവൾ ജീവരാജിന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന ആ ഒരു ദേഷ്യം എനിക്കുണ്ട്. എനിക്ക് അവളെ വിവാഹം കഴിക്കാത്തതിലൊന്നും എനിക്ക് യാതൊരുവിധ ദേഷ്യവുമില്ല. പക്ഷെ എന്നെ വേണ്ടെന്ന് വെച്ച് അവൾക്ക് വേണ്ടി ജയിലിൽ പോയി കിടന്ന് ഒരുപാട് ശിക്ഷകൾ അനുഭവിച്ചാണ്. ആ രീതിയിൽ തന്നെ അവനും അനുഭവിക്കണം. അത് എനിക്ക് വലിയ ആഗ്രഹം തന്നെയാണ്. അത് നിറവേറുക തന്നെ വേണം. എന്തായാലും ഞാൻ വിചാരിച്ച വഴിയിലൂടെ തന്നെ ഇപ്പോൾ അവരുടെ വീട്ടുകാർ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇല്ല എങ്കിൽ ഞാൻ ഇടപെടുമെന്ന് പറഞ്ഞിട്ട് ഗോകുൽ അവിടെ നിന്ന് പോകുമ്പോൾ എന്തോ സാവിത്രി സച്ചിയുടെയൊക്കെ മനസ്സമാധാനം പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് സുശീലയാണ് കാണിക്കുന്നത്. സുശീലയുടെ കിളി പോയിരിക്കുകയാണ്. സുശീല മൊത്തത്തിൽ കിളി പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാണ്. ഈ സുധൻ പറഞ്ഞ വാക്ക് തന്നെയാണ് കേട്ടോ, എൻ്റെ മകളെ സച്ചിയുമായി നീ കല്യാണം കഴിക്കാൻ എൻ്റെ മകളെ വേണ്ടെന്ന് വെച്ചിട്ട് നീ സത്യനെ അങ്ങനെ ഒരു ഒരുക്കം നടത്തുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. വേണ്ട സുശീല, എന്നോട് കളിക്കണ്ട എന്ന് പറഞ്ഞ ആ വാക്ക് ശരിക്കും കത്തിക്കൊണ്ട് കുത്തിയതുപോലെ നെഞ്ചിൽ തറച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ സുശീല അതിങ്ങനെ ആലോചിക്കുമ്പോൾ സുധന്റെ മകളും സത്യന് വന്നിറങ്ങണം. സുധന്റെ മകളെ കാണുമ്പോൾ തന്നെ അടിമുടി കയറി വരുന്നു. ഉറപ്പ് പിടിച്ച ജന്മം എന്നുള്ള രീതിയിൽ ഇങ്ങ് തിരിഞ്ഞു നിൽക്കാണ്. അത് കാണുന്ന സത്യൻ അങ്ങ് വല്ലാതെ അങ്ങ് വില കൊടുക്കുന്നില്ല. സത്യനും പ്രതിഭ അകത്തോട്ട് കയറി പോവാണ്. അപ്പോഴേക്കും സോനയും ശ്യാമും പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. ആഹാ, സത്യത്തെ അങ്ങോട്ടേക്ക് പോയി എന്ന് ശ്യാമേട്ടൻ എന്നോട് പറഞ്ഞു, പക്ഷെ ഇന്ന് തന്നെ വരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല, നാളെ വരുള്ളൂ പ്രതീക്ഷിച്ചത്. അത് കേട്ടിട്ടാണ് സുശീല വരുന്നത്. ആഹാ, നീ നിന്റെ ഭാര്യ വീട്ടിലോട്ട് നീ പോയി, ഇവള് നിന്നെ കൂട്ടിക്കൊണ്ടുപോയി അച്ഛ വീട്ടിൽ ചെന്നിട്ട് നിനക്ക് എന്തൊക്കെയാണ് പറഞ്ഞു തന്നത്, ഇവളുടെ തലയണ മന്ത്രം കൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നീ നിന്റെ അച്ഛനോട് പരാതി ചെന്ന് പറഞ്ഞിട്ട് നിന്റെ അച്ഛൻ ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു, ഇനി ആരുടെ നിന്റെ വിചാരം എന്താണ് എന്നൊക്കെ പറഞ്ഞ് സുശീല ഇങ്ങനെ പ്രതിഭയെ ചോദ്യം ചെയ്യാൻ നിൽക്കുകയാണ്. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ അച്ഛനോട് ചെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമാവും എന്നൊക്കെ കരുതിയോ എന്ന് പറയുമ്പോൾ, ദേ അമ്മേ
മതി, പ്രതിഭയെ ചോദ്യം ചെയ്യലും പറച്ചിലും ഇനി ഇവിടത്തോട് നിർത്തിയേക്ക്. ഇനി പ്രതിഭയെ ചോദ്യം ചെയ്യലോ പറച്ചിലോ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന അതാണോ ഇപ്പൊ അത്ര വല്ലാത്ത കാര്യം എന്ന് പറഞ്ഞ് സുശീല മുന്നോട്ട് കടന്നു പോകുമ്പോ ഇന്ദ്രൻ എത്തിയിരിക്കുന്നു കേട്ടോ. ഇന്ദ്രൻ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഇന്ദ്രന്റെ മുന്നിൽ വെച്ച് സത്യം പറയണേ, അതെ ഇനി എന്തായാലും പ്രതിഭയെ ചോദ്യം ചെയ്യേണ്ട. അമ്മ പറഞ്ഞതുപോലെ പ്രതിഭയുടെ വള തിരികെ കിട്ടിയിരിക്കുന്നു. അവള് ഈ വീട്ടിൽ നിന്ന് വള പോയെങ്കിൽ അവളുടെ അച്ഛൻ പുതിയ വള വാങ്ങിക്കൊടുത്തിരിക്കുന്നു. അത് കേൾക്കുന്ന ഇന്ദ്രൻ, ഈ വീട്ടിൽ നിന്ന് പോയ വള എന്തിനാ അവളുടെ അച്ഛൻ വാങ്ങിക്കൊടുക്കണമെന്ന് പറയണേ. ഇത് കേട്ട ഉടനെ തന്നെ സുശീലയോട് സത്യം പറയണേ, ഇതാ അമ്മേ വള. ഇനിയിപ്പോ അമ്മ ഈ വള കണ്ടിട്ടും ഒന്നും മിണ്ടാത്തത് എന്താ? അപ്പൊ സുശീല ചിന്തിക്കുന്നത് സുധൻ പറഞ്ഞ വാക്കുകളാണ് കേട്ടോ. അപ്പോൾ തന്നെ എന്താ അമ്മ മിണ്ടാത്തത്? ഇത് റോൾഡ് ഗോൾഡ് ആണെന്ന് ചിന്തിച്ചു കൂട്ടുകയാണ്. എങ്കിൽ വേണ്ട, ഇത് തനി തങ്കമാണ് എന്ന് പറയണേട്ടാ. ഈ സമയം സുശീല ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പൊ എല്ലാ സത്യങ്ങളും സുധൻ സത്യനോട് പറഞ്ഞത് കൊണ്ട് തന്നെ ഇനി മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു ചെറിയ വിലങ്ങ് സത്യനുണ്ടാവും കേട്ടോ.